Hi everyone, this is Jebin from Evika. അങ്ങനെ iOS 18.4ന്റെ RC2 നമുക്ക് റിലീസ് ആയിട്ട് ഈ അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം ഒരു 6.57 GB എൻ്റെ ഐഫോൺ 11ൽ വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഒരു 8 GB വരെ ഈ ഒരു അപ്ഡേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് RC റിലീസ്. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ കുറച്ച് പുതിയ അപ്ഡേറ്റ്സും റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഒരു അപ്ഡേറ്റ്സിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിക്കാൻ തൊട്ട് മുമ്പ് ഇതേപോലെ റെഗുലറായിട്ട് നമുക്ക് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും ലഭിക്കുന്നെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. ആൻഡ് ഈ ഒരു അപ്ഡേഷൻ്റെ പേര് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, iOS 18.4 എന്ന് കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വട്ടം RC1 വന്ന സമയത്ത് iOS 18.4 റിലീസ് കാൻഡിഡേറ്റ് എന്നുള്ള പേരിലാണ് ആപ്പിൾ കൊണ്ടുവന്നത്. സോ ഈ ഒരു അപ്ഡേഷൻ തന്നെയായിരിക്കും ഒരു ഒഫീഷ്യൽ അപ്ഡേഷനായിട്ട് പബ്ലിക്കിലേക്ക് വരാൻ പോകുന്നത്. അതിൻ്റെ തുടക്കം നമുക്ക് ബിൽഡ് നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോകാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 18.4 22E240 എന്ന്. ഇത് തന്നെയായിരിക്കും നമ്മുടെ ഒഫീഷ്യൽ ബിൽഡ് നമ്പറായിട്ടും വരാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയ മോഡേൺ ഫോമിൻ്റെ അപ്ഡേഷൻ RC1ൽ നിന്ന് RC2ലേക്ക് വരുമ്പോൾ ലഭിക്കുന്നില്ല. പക്ഷേ iOS 18.3.2ൽ നിന്ന് 18.4ലേക്ക് വരുമ്പോൾ എന്തായാലും ഒരു മോഡേൺ ഫോമിൻ്റെ അപ്ഡേഷൻ ലഭിക്കുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ കുറച്ച് പുതിയ മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ കുറച്ച് അപ്ഡേഷൻ്റെ റിഫൈൻമെൻറ്റ് ആപ്പിൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും ആദ്യം തന്നെ സ്ക്രീൻ ടൈം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിങ്സിൽ പോയി ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ സ്ക്രീൻ ടൈം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ടാപ്പ് ചെയ്ത് നേരെ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ സെറ്റപ്പ് ഫോർ ഫാമിലി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫാമിലി ടൈം ഷെയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഈ പറഞ്ഞ കുട്ടികളുടെ ഫോണിൽ നമുക്ക് സ്ക്രീൻ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ കഴിഞ്ഞ അപ്ഡേഷൻ വരെയും ആ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഞാൻ പറയുകയാണ്, സേ ഫോർ എക്സാമ്പിൾ വാട്സാപ്പിന് ഞാനിപ്പോൾ സ്ക്രീൻ ടൈം സെറ്റ് ചെയ്തു. ആ ഒരു സ്ക്രീൻ ടൈം കുട്ടികൾക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം റീഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സ്ക്രീൻ ടൈം മാറിപ്പോകുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ iOS 18.4 നിങ്ങളുടെ കുട്ടികളിലും അതേപോലെ ഈ പറയുന്ന നിങ്ങളുടെ പാനൽ കൺട്രോൾ സെറ്റ് ചെയ്ത ഡിവൈസിലും iOS 18.4 ആണെങ്കിൽ ആപ്ലിക്കേഷൻ റീഇൻസ്റ്റാൾ ചെയ്താലും ആ ഒരു സ്ക്രീൻ ടൈം ചേഞ്ച് ചെയ്യില്ല. നിങ്ങൾ എത്ര മിനിറ്റാണോ സെറ്റ് ചെയ്തത് ആ ഒരു ടൈമിൽ തന്നെ അത് പെർസിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ബൂട്ടപ്പ് ചെയ്യുന്ന പുതിയ ഡിവൈസിൽ കുട്ടികളുടെ ഏജ് ലിമിറ്റും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പാരന്റൽ കൺട്രോളിൽ വരുന്നുണ്ട്. അടുത്ത വന്ന മാറ്റം നമ്മുടെ ഫോട്ടോ ആപ്ലിക്കേഷനാണ്. ഫോട്ടോ ആപ്ലിക്കേഷനിൽ കുറച്ച് പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നേരെ നമ്മുടെ ഫോട്ടോ ആപ്ലിക്കേഷൻ ഇൻ്റർഫേസിലേക്ക് പോകാം. അതിനുശേഷം റീസെൻ്റ്ലി ലൈബ്രറീസിലേക്ക് പോകുമ്പോൾ ഇവിടെ ഫിൽട്ടർ ഓപ്ഷനിൽ കുറച്ചധികം മാറ്റം വന്നിട്ടുണ്ട്. നേരെ ഫിൽട്ടർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കുറച്ചധികം ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷെയർ വിത്ത് യു, നോട്ട് ഇൻ ആൽബം, അങ്ങനെ കുറച്ചധികം പുതിയ ഓപ്ഷൻസ് ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നേരെ സെറ്റിങ്സിലേക്ക് പോകാം. അവിടെ സ്ക്രോൾ ഡൗൺ ചെയ്ത് ആപ്ലിക്കേഷൻസിൽ പോയി ഫോട്ടോസ് എന്ന ഓപ്ഷൻ എടുക്കാം. ഈ ഫോട്ടോസ് ആപ്ലിക്കേഷനിലും നിങ്ങൾക്ക് ഒരു പുതിയ മാറ്റം കാണാൻ പറ്റും. ഷോ റീസെൻ്റ്ലി വ്യൂഡ് ആൻഡ് ഷെയർഡ് എന്ന ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റീസെൻ്റ്ലി കണ്ട എല്ലാ ഫോട്ടോസും അതേപോലെ റീസെൻ്റ്ലി ഷെയർ ചെയ്ത എല്ലാ ആൽബംസും നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാൻ പറ്റും. നിങ്ങൾക്ക് റെഗുലറായിട്ട് അങ്ങനത്തെ ഒരു കസ്റ്റമൈസേഷൻ വേണ്ടതാണെങ്കിൽ ഇനി നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഓപ്ഷനും ഐഫോണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഐഫോൺ സിസ്റ്റം സെറ്റിങ്സിൽ കുറച്ച് പുതിയ ലാംഗ്വേജും വന്നിട്ടുണ്ട്. നേരെ നമ്മുടെ ഈ പറഞ്ഞ സെറ്റിങ്സിൽ ജനറലിലേക്ക് പോകാം. താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് ലാംഗ്വേജ് ആൻഡ് റീജിയൻ സെലക്ട് ചെയ്യാം. ഇവിടെ ഈ ഒരു അഡീഷണൽ ലാംഗ്വേജിൽ അല്ലെങ്കിൽ പ്രിഫേർഡ് ലാംഗ്വേജിൽ ഐഫോൺ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണെന്ന് കാണാൻ പറ്റും. ജസ്റ്റ് ആഡ് ലാംഗ്വേജ് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് മലയാളം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഐഫോൺ ലാംഗ്വേജിൽ മലയാളം വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് നിങ്ങൾക്ക് അഡീഷണൽ ലാംഗ്വേജിൽ മലയാളം ഐഫോൺ ലാംഗ്വേജായിട്ട് ലഭിക്കില്ലായിരുന്നു. മലയാളം മാത്രമല്ല, ഏകദേശം 10 പുതിയ ലാംഗ്വേജാണ് ഐഫോൺ ലാംഗ്വേജായിട്ട് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത വന്നത് ബഗ് ഫിക്സ് ആണ്. കുറേയധികം കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനിൽ കുറേയധികം ഫ്ലിക്കറിങ് ഇഷ്യൂസ് പറയുന്നുണ്ടായിരുന്നു. ആ ഫ്ലിക്കറിങ് ഇഷ്യൂസ് ഈ അപ്ഡേഷനിൽ ആപ്പിൾ മാറ്റിയിട്ടുണ്ടെന്നാണ് നമുക്കിട്ട് റിപ്പോർട്ട്. അതോടൊപ്പം അടുത്ത വന്നൊരു മേജർ ബഗ് ഫിക്സ് എന്ന് പറയുന്നത് ക്യാമറയുടെ ഈ പറഞ്ഞ ബ്ലാക്ക് സ്ക്രീൻ ഇഷ്യൂ ആണ്. പേഴ്സണലി എനിക്കും കുറേയധികം ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ബഗ്ഗും ഈ പറഞ്ഞ ക്യാമറയുടെ ബ്ലാക്ക് സ്ക്രീൻ അല്ലെങ്കിൽ ക്യാമറ സ്റ്റക്ക് ആവുന്ന ആ ഒരു ബഗ്ഗായിരുന്നു. ഹോപ്പ്ഫുള്ളി ഐഫോണിലെ ഈ ഒരു ബഗ് എല്ലാ ഐഫോൺ യൂസേഴ്സിനും റിസോൾവ് ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോകണമെങ്കിൽ
കുറച്ചധികം റിസോൾവ് ഇഷ്യൂസും നോൺ ഇഷ്യൂസും ആപ്പിൾ വെച്ചിട്ടുണ്ട്. നേരെ iOS 18.4 RC2 ആ റിലീസ് നോട്ട് നോക്കാം. കുറേയധികം ബഗ് ഫിക്സും അതേപോലെ പുതിയ ഫീച്ചേഴ്സും ആപ്പിൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആപ്പിൾ ഇൻ്റലിജൻസിൽ ഈ പറഞ്ഞ റിസോൾവ് ഇഷ്യൂസ് കാണാം. അതുപോലെ ആപ്പിൾ വിഷൻ പ്രോൻ്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് നോൺ ഇഷ്യൂസ് കാണാം. കുറേയധികം നോൺ ഇഷ്യൂസും അതേപോലെ ബഗ് ഫിക്സസും നമുക്കിവിടെ കാണാൻ പറ്റും. ULR സെഷനിൽ പുതിയ ഫീച്ചേഴ്സ്, അതേപോലെ വൈഫൈ കോളിങ്ങിൽ റിസോൾവ് ഇഷ്യൂസ് നമുക്ക് കാണാൻ പറ്റും. അത് ബീറ്റ 3 തൊട്ട് ഈ പറഞ്ഞ ബഗ് ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. സോ കുറേയധികം മാറ്റങ്ങൾ iOS 18.4 മാറ്റങ്ങളും അതുപോലെ ബഗ് ഫിക്സുകളും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഇനി ഈ ഒരു അപ്ഡേഷൻ എന്നാണ് ഒഫീഷ്യലി റിലീസ് ആകാൻ പോകുന്നത് വെച്ചാൽ മിക്കവാറും ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് കാണാനുള്ള ചാൻസ് ആണ് എനിക്ക് തോന്നുന്നത്. മേ ബി ഈ പറഞ്ഞ മാർച്ച് 31 അല്ലെങ്കിൽ ഏപ്രിൽ 1 റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ റിലീസ് ചെയ്തില്ലെങ്കിൽ മാത്രം സെക്കൻഡ് വീക്ക് ഒരു 7 അല്ലെങ്കിൽ 8 ഈ പറഞ്ഞ ഒഫീഷ്യൽ അപ്ഡേഷൻ iOS 18.4 ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു റിലീസിന് ശേഷം തന്നെ നമുക്ക് iOS 18.5 ഒരു ബീറ്റ 1 ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേഷനിലും നമുക്ക് കുറച്ചധികം ഫീച്ചേഴ്സും ബാക്കി കാര്യങ്ങളും എൻഹാൻസ്മെൻറ്റും ലഭിക്കും. പക്ഷേ ഇപ്പോൾ ആപ്പിളിലെ മോർ ഫോക്കസ് പോകുന്നത് 2025 ജൂൺ 9 കാണിക്കാൻ പോകുന്ന iOS 19 യെസ് WWDC 2025 ആപ്പിൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ജൂൺ 9 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം രാത്രി 10 ഈ പറഞ്ഞ ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു ഇവൻറ്റിൽ തന്നെ നമുക്ക് iOS 19, iPadOS 19, പുതിയ WatchOS എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അതേപോലെ ഒഫീഷ്യലായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് സെപ്റ്റംബറിലായിരിക്കും iOS 19 ബാക്കി അപ്ഡേഷൻസും ആപ്പിൾ ടിപ്പിക്കലി റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ iOS 18.4 അപ്ഡേഷൻ മിക്കവാറും ഈ പറയുന്ന ദിവസങ്ങൾ തന്നെയായിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ഈ ഒരു അപ്ഡേഷൻ വീഡിയോയിൽ കൂടുതൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇതേപോലെ റെഗുലറായിട്ട് നിങ്ങൾക്ക് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും അറിയാൻ പറ്റും. അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ബാക്കി എല്ലാ സോഷ്യൽ മീഡിയയിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Jebin Xavier signing from Epica.